അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കണക്ക് സ്ക്രീൻ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന്. ഞാൻ അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഞാനാണെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു, അറിയാതെ അത് ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ. ആദ്യം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്നുമില്ല, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫസ്റ്റ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ സെർച്ച് ആപ്സിൽ കൊടുത്തിട്ട് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡർ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സ്ക്രീൻ റെക്കോർഡർ എടുക്കാം. ഇപ്പം ഞാനാണെങ്കിൽ വേറൊരെണ്ണം അറിയാതെ ഞാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യുന്ന എക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ഈ റെക്കോർഡറാണ്. നല്ല രസമാണിത്. എന്ന് വെച്ചാൽ ഞാൻ പണ്ട് എടുത്തിരുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. എല്ലാത്തിലും ഒരേ ഫങ്ഷനാണ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് സ്ക്രീൻ റെക്കോർഡർ, വീഡിയോ റെക്കോർഡർ ഇതാണ്. ഇത് ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഗൈസ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. അതായത് നിങ്ങൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒരു റെക്കോർഡിംഗ് ഓപ്ഷൻ കാണും. ഈ റെക്കോർഡിംഗ് ഓപ്ഷനിൽ ഞെക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങളെ വീഡിയോ നേരെ വരും. അത്ര മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മാത്രം മതി. വെറും അത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്നെ കണക്ക് റെക്കോർഡ് ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. യൂട്യൂബ് ഉള്ള എല്ലാവരുടെ കയ്യിലും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ലാഗ് അടിക്കുന്നത് അങ്ങനെ വല്ലതും ഉണ്ട്, ഭയങ്കര ലാഗാണ്, നിങ്ങൾ FPS കുറവാണ്. ഞാൻ ഇപ്പോൾ ഇടണ ഭയങ്കര FPS കുറവാണ് എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ലാഗാവും, അല്ലെങ്കിൽ ഗെയിമിങ് ലാഗാവും. പക്ഷേ നിങ്ങൾക്ക് തോന്നത്തില്ല ലാഗ്. കാണിച്ചിട്ട് നിങ്ങളാണ്ട് വീഡിയോ സെറ്റിങ്സ് എടുത്തിട്ട് നിങ്ങളെ FPS കൂട്ടിയിടുക. ഞാൻ FPS കൂട്ടിയിട്ടില്ല, ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് FPS എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒരു 2GB 3GB റാം ഇതാണെങ്കിൽ നിങ്ങൾ നേരെ വീഡിയോ സെറ്റിങ്സിൽ ചെല്ലുക, ഈ ഞാൻ ഇട്ടേക്കുന്നത് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് അവിടെ വീഡിയോ സെറ്റിങ്സിൽ പോകുമ്പോൾ തന്നെ അവിടെ താഴെ FPS എന്ന് പറഞ്ഞാണ്. ചിലവർക്കൊന്നും FPS എന്തായിരുന്നു അറിഞ്ഞൂടാ. അത് എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രെയിം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പിക്സലായിട്ട് ഇങ്ങനെ പോകില്ലേ, എന്ന് വെച്ചാൽ ലാഗ് അടിക്കുമ്പോൾ ടിക് 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 ടിക്, അത് എത്ര കൂടുന്നോ അത്രയ്ക്ക് നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഇത് കൂട്ടിയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെ ഫോൺ ഓവർ ഹീറ്റാവും. വേറെ സീനൊന്നുമില്ല. നിങ്ങളെ ഫോൺ ഓവർ ഹീറ്റാവും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പെട്ടെന്ന് ചാർജ് തീരും, അങ്ങനത്തെ കുറച്ച് കാര്യമുണ്ട്. വേറെ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് കൂൾ ഡൗൺ ഒക്കെ എടുത്ത് സെറ്റിംഗ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ സോഴ്സ് ഉണ്ട്. ഓഡിയോ സോഴ്സ് ഇൻ്റർണൽ ആൻഡ് മൈക്രോഫോണാണ് ബെസ്റ്റ്. നിങ്ങളെ ഫോണിൻ്റെയും നിങ്ങളെ ഇൻ്റർണൽ ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടും. സോ ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഇത്തിരി എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പൈസയൊന്നും ചിലവാക്കില്ല ഒന്നിനും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ആപ്പിൽ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ആപ്പിൻ്റെ എഡിറ്റ് ഇട്ടേക്കും, വേറൊന്നും ഞാൻ കൊടുക്കില്ല. എന്ന് വെച്ചാൽ ആ ആപ്പിൻ്റെ എഡിറ്റ് മാത്രം ഇട്ടേക്കും. എന്ന് വെച്ചാൽ ആ ആപ്പിൻ്റെ പേര് നമുക്ക് വന്ന് കിടക്കും, അത് പൈസ കൊടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം ഇത് മാക്സിമം ഒരു 10 വ്യൂസാണ് കയറണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങളറിയാതെ ഈ വീഡിയോൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ 10 20 വ്യൂസ് ഇല്ലെങ്കിൽ ഞാൻ ഫേസ് റിവീൽ ചെയ്യും, നോക്കിയോ. അല്ലേ അത്രയും വേണ്ട, ഒരു 100 വ്യൂസെങ്കിലും 100 വ്യൂസ് ഒരിക്കലും കയറത്തില്ല. ഇതിൽ 100 വ്യൂസ് കയറിയാൽ ഞാൻ എന്തായാലും ഫേസ് റിവീൽ ചെയ്യും, ഉറപ്പാണ് ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തു. ബൈ.